അധികം ഒബ്സസീവ് ആവാതിരിക്കുന്നതാണ് നല്ലത്. ഓ അത് ഇത്തിരി സ്പേസ് ഇടുന്നത് എപ്പോഴും നല്ലതാണ്. എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് കുറേ സ്പേസ് ആയിപ്പോയി. മൃണാലി എന്ന് പറയുന്ന വാക്ക് പോലും ശരിക്കും അറിയാൻ പാടില്ലാത്തൊരു സമയത്താണ് നമ്മൾ നാട്ടിൽ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരുന്നത്. ഐ ഹാവ് ഗുഡ് കളക്ഷൻ ഓഫ് ആർട്ട് ആസ് വെൽ. നോട്ട് ഓൺലി കണ്ണടകൾ മാത്രമല്ല, ശ്രീ പിണറായി വിജയനെ കുറിച്ചിട്ട് അഭിമാനമുള്ളതൊന്നും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, when you are in chaos, he knows how to make it, in order. ഒരു കലാകാരന് ഏറ്റവും മിനിമലിസ്റ്റ് ആവാനാണ് ബുദ്ധിമുട്ട്. മാക്സിമലിസ്റ്റ് ആവാൻ വളരെ ശ്രമങ്ങളുടെ ആവശ്യങ്ങളേ ഒന്നില്ല. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫിലിം പ്രൊഡ്യൂസർ he said, because of your library I am somebody, and it was all young people like you. ഡീപ് ഡൈവിൽ നിന്ന് നമ്മോടൊപ്പം ആർട്ടിസ്റ്റ് ക്യൂറേറ്റർ ബോസ് കൃഷ്ണമാചാരി. നമസ്കാരം സർ. നമസ്കാരം. നമ്മളെ ഇപ്പോൾ സാറിൻ്റെ ഒരു 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 ജേണി ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ തിരക്ക് പിടിച്ച, അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ കലയോട് എപ്പോഴും അടുത്ത് നിൽക്കുന്നൊരു യാത്രയാണ് സാർ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൊച്ചി ബിനാലയിൽ നിന്നും സാറ് പ്രസിഡന്റ് റോളിൽ നിന്നും ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നൊരു സമയം കൂടിയാണ്. എന്താണ് ഇപ്പോൾ ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം? ഇപ്പോൾ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും മനോഹരമായിട്ടൊരു ജീവിതമാണ്. അത് കണ്ടിന്യൂ ചെയ്യുന്നു. കുടുംബം ഒരുമിച്ച്, കുടുംബത്തിന് കുറച്ച് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഭാര്യ രാധിക, മകൾ കണ്ണകി, ആര്യൻ മകൻ സിനിമാ ലോകത്ത് വർക്ക് ചെയ്യുന്നു, മകള് ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഫാഷൻ പഠിക്കുന്നു, ഭാര്യ ഇൻകം ടാക്സിലായിരുന്നു. അപ്പോൾ ഭാര്യയും മക്കളൊക്കെ ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ സഹോദരന്മാരും സഹോദരിമാരൊക്കെ ആയിട്ട് ഇടയ്ക്ക് കാണുന്നു. കലാലോകം വിട്ടിട്ട്, കല ഒബ്സസീവായിട്ടുള്ളൊരു സംഭവമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യവും ഒബ്സസീവ് ആക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഏതിനെയും ഇഷ്ടപ്പെടുന്നൊരു കാര്യത്തിൽ അധികം ഒബ്സസീവ് ആവാതിരിക്കുന്നതാണ് നല്ലത്. അത് ഇത്തിരി സ്പേസ് ഇടുന്നത് എപ്പോഴും നല്ലതാണ്. എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് കുറേ സ്പേസ് ആയിപ്പോയി. അത് I think it is important to give good space for relationship. In the same way about art or design or fashion or architecture, any subject you take, എല്ലാത്തിലും താല്പര്യമുള്ള ഒരാളാണ് നമ്മൾ. നാടകം, സിനിമ എല്ലാത്തിലും താല്പര്യമുള്ളവരാണ്. സിനിമ പഠിക്കാൻ ലൈക്ക് ഐ വാസ് ഇൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൽ അപ്രിസിയേഷൻ കോഴ്സൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കേട്ടിട്ടുണ്ട് സാറിന് ഒരു കാലത്ത് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നീട് നടനാവണം എന്ന് അതിൻ്റെ ഒപ്പം തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ആഗ്രഹങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. നടനാവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എൻ ആഗ്രഹം. നാടകങ്ങളോട് വലിയ നാടകങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. സ്റ്റേജ് ഫ്രൈറ്റ് ആയതുകൊണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ പേടിയുള്ളതുകൊണ്ട് വിട്ടതാണ്. സ്റ്റേജ് ഫ്രൈറ്റ് അത് ജനങ്ങളെ ഫേസ് ചെയ്യുക എന്നുള്ളത് നാടക നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീപ്പിൾ ആർ എവറിത്തിങ്. ഇപ്പോൾ ഒരു ചിത്രകലാകാരനോ അല്ലെങ്കിൽ കലാകാരന് അത് ഇൻഡോർ ആവാം, ഔട്ട്ഡോർ ആവാം, പക്ഷെ ജനങ്ങളെ നേരിട്ട് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. And of course when you show your work, that is a different thing. അപ്പോൾ നാടകമൊക്കെ കളിച്ച് കുറേ സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. പക്ഷെ ഒരിക്കൽ മുംബൈയിൽ നിന്ന് തിരിച്ചു വന്ന് ഒരു നാടകത്തിൽ കളിച്ച് കഴിഞ്ഞപ്പോൾ ഡയലോഗൊക്കെ മറന്നുപോയി. അതോടുകൂടി നിർത്തിയത് സംഭവം നാടകങ്ങളൊക്കെ. സാർ പറഞ്ഞു ഒന്നിനോടും അധികം ഒബ്സസ്ഡ് ആവാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് സാറിൻ്റെ കലയ്ക്ക് വേണ്ടിയിട്ട് എന്തും കൊടുക്കാനായിട്ട് തയ്യാറാവുന്ന ഒരു പ്രവണത സാറിലുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ഇപ്പോൾ കൊച്ചി ബിനാലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ടും സാറിൻ്റെ കയ്യിലിരിക്കുന്ന കല മാത്രമല്ല, അതിനുപരിയായിട്ടും ഈ പറഞ്ഞ പോലെ മോണിറ്ററി ആയിട്ടും പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ട്. കേട്ടറിയുന്നതൊക്കെ തെറ്റാണെന്ന് കണ്ടിട്ടാണ്. കേട്ടറിയുക, കണ്ടറിയുക, അതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. സം തിങ്സ് യു കൻ നോട്ട് ട്രസ്റ്റ്. പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഇഫ് യു ആർ ഇൻവോൾവ് വിത്ത് സംതിങ്, you should be committed to it, അല്ലെങ്കിൽ you should not be taking it up. So Binali സംബന്ധിച്ചിടത്തോളം it was a responsible work.
ശ്രീ എം എ ബേബി മുംബൈയിൽ വരികയും എൻ്റെ വസതിയിൽ വന്നിട്ടാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങളൊക്കെ വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കലാകാരന്മാരാണ്, വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് ക്യാൻ ബി ഡൺ, അങ്ങനെ എന്തൊക്കെയാണ് ചോദിച്ചത്. എന്നൊരു ഉത്തരമായിട്ടാണ് നമ്മൾ ബിനാലെ സജസ്റ്റ് ചെയ്യുന്ന അന്ന് കലാകാരരായിട്ടുള്ള ശ്രീ ജ്യോതി ബാസു, ടി വി സന്തോഷ്, ഇങ്ങനെയൊക്കെയുള്ള കലാകാരന്മാരും റിയാസ് കോമു, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ അവിടെ മുംബൈയിൽ താമസിക്കുന്ന പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരാണ്. കേരളത്തിൽ അവരെ അത്രയൊന്നും അറിയുന്നില്ല, എന്നെയും അറിയത്തില്ലായിരുന്നു. ആ സമയത്താണ് ഐ യൂസ് ടു ഹാവ് എ ഗാലറി ഇൻ ബോംബെ. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഗാലറീസ് നടത്തുന്ന പോലെ തന്നെ നടത്തിക്കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗാലറികളിലൊന്നായിരുന്നു. ആ സമയത്താണ് ബേബി സാർ വരുന്നതൊക്കെ എന്നെ പരിചയപ്പെടുന്നത്. ഐ മീൻ അദ്ദേഹം ഇറ്റ് വാസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ്. ഒരു മിനിസ്റ്റർ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ എക്സൈറ്റിംഗ് കാര്യമാണ്. നമ്മൾ സാധാരണ ഒരു ബ്യൂറോക്രാറ്റിനെയോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കാണുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇത് ഇങ്ങോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യുക, അറിയുക, പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന് ഐ ഓൾവേസ് റെസ്പെക്റ്റ് ദാറ്റ് ഹംബിൾ സിമ്പിൾ നേച്ചർ ഓഫ് ലിവിങ്. അത് അറിവ് കൊണ്ട് കിട്ടുന്നതാണ്. ചിലർക്ക് അറിവ് കിട്ടുമ്പോൾ അഹംഭാവിക്കുന്നു, ചിലർ അറിവ് കിട്ടുമ്പോൾ ലളിതമായിട്ടുള്ള ചിന്തകളും പ്രവർത്തികളും നടത്തുന്നു. അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പീപ്പിൾ ഐ എവർ മെറ്റ്. അങ്ങനെയാണ് ബിനാലയിലേക്ക് വരുന്നത്. അതാണ് ബിനാലെ തുടക്കം 2010 അദ്ദേഹം വരുന്നത് 2010 നമ്മുടെ ബിനാലെ ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നത് ശ്രീ ബോണി തോമസ്, കൊച്ചിയെ നന്നായി അറിയുന്ന ബോണി തോമസും. അദ്ദേഹം വന്ന് കാർട്ടൂണിസ്റ്റ് ആണ്, ഇക്കണോമിക് ടൈംസിൽ മുംബൈയിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന് എൻ്റെ ഗാലറിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. എൻ്റെ ഗാലറിയുടെ പേര് BMB ബോസ് മെഹ്ത ബിർള എന്ന് പറയുന്ന 3 പേര് കൂടി ചെയ്തിരുന്ന ഗാലറിയാണ്. അത് വിടുന്നത് ഈ 2010 ശ്രീ എം എ ബേബിയുടെ വരവോട് കൂടിയിട്ട് ഐ ഹാവ് ടു ഗിവ് മൈ ടൈം ടു ദ ബിനാലെ. ബിനാലെ എന്ന് പറയുന്ന വാക്ക് പോലും ശരിക്കും അറിയാൻ പാടില്ലാത്തൊരു സമയത്താണ് നമ്മൾ നാട്ടിൽ ഇങ്ങനെയൊരു ആശയം കൊണ്ടുവരുന്നത്. മറ്റുള്ള ബിനാലകൾ 1895 ആദ്യത്തെ ബിനാല ആരംഭിക്കുന്നത്. അത് വെനീസിൽ ഇറ്റ്സ് ഓൾ മദർ ഓഫ് ഓൾ ദ ബിനാലീസ് എന്ന് വേണമെങ്കിൽ പറയാം. വെനീസ് മോഡലല്ല നമ്മളുടേതായിട്ടുള്ള മോഡൽ. വെനീസ് മോഡൽ ഈസ് മച്ച് ലാർജർ. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോഡൽസ്. നമ്മളുടെ നാട്ടിൽ എന്തിനാണ് ഒരു ബിനാലെ എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. എന്തിനാണ് ഒരു ബിനാലെ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കുന്ന കാലത്ത് കിട്ടിയ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ടു നോ അബൌട്ട് ഇൻ്റർനാഷണൽ പ്രാക്ടീസസ് ത്രൂ ലുക്കിംഗ് അറ്റ് ട്രിനാലെ ഇൻ ഇന്ത്യ. ട്രിനാലെ എന്ന് പറഞ്ഞാൽ 3 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന എന്നുള്ള അർത്ഥത്തിലുള്ള എക്സിബിഷൻ നാഷണൽ ഗാലറി ഓഫ് ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് അവിടെ പോയി കാണുന്നു. 2003 കണ്ടാണ് തോന്നുന്നു ലാസ്റ്റ് ട്രിനാലെ. The end of the Trinale was happened in 2003. It was opened in 1968. Legendary figures were part of it, like Octavia Paz, Nobel Prize winner. Then Dr. Mulk Raj Anandakiyana ആരംഭിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ ആർട്ട് വർക്ക്സ് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ് ഓർ വാച്ച്ഡ്, ലൈക്ക് നമുക്ക് കാണുവാനും കണ്ടറിയുവാനും ചിന്തിക്കുവാനും ഉതകുന്ന രീതിയിൽ ലോകത്ത് കലയെ പരിചയപ്പെടുത്തുന്ന സ്ഥലമാണ്. അതാണ് ബിനാലെ ചെയ്യുന്ന കാര്യങ്ങൾ. ചിത്രകലയല്ല നമ്മൾ കാണിക്കുന്നത്, ചിത്രകല മാത്രമല്ല. ചിത്രകല എന്ന് പറയുന്നത് ഒരു വേർട്ടിക്കൽ മാത്രമാണ്, കലയുടെ ഒരു വേർട്ടിക്കൽ മാത്രമാണ് ചിത്രം വരയ്ക്കുക എന്നുള്ള സംഭവം. അതിൽ ന്യൂ മീഡിയ ഉണ്ട്, ഫോട്ടോഗ്രാഫി ഉണ്ട്, വീഡിയോ ആർട്ട് ഉണ്ട്, ഇൻസ്റ്റലേഷൻസ് ഉണ്ട്, നവമാധ്യമങ്ങൾ വളരെയധികമുണ്ട്. അപ്പോൾ ഇത് AI വരെ എത്തിയിരിക്കുന്ന കാലം, പ്രിൻ്റ് മേക്കിങ്ങിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ സ്ക്രിബിളിങ്ങിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള, ഡ്രോയിങ്സിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളത്. Now lot of artists works with the scientists, lot of artists works with the technologists. അപ്പോൾ അങ്ങനത്തെ കലകൾ കാണുവാനൊക്കെ സാധ്യത ഉണ്ടാക്കുന്നതാണ് ഒരു ബിനാലെ അല്ലെങ്കിൽ സമകാലീന
ബിനാലെ, ഞാൻ പറയുന്ന സമകാലീന ബിനാലെ കുറിച്ചിട്ടാണ്. ദർ ഇസ് ഫിലിം ഫെസ്റ്റിവൽസ് ഓൾസോ. ബിനാലെ ബെർലിനാൽ എന്ന് പറയുന്ന ബെർലിൻ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്. അതുപോലെ തന്നെ വെനീസ് ഫിലിം ഫെസ്റ്റിവൽ, വെനീസ് ആർക്കിടെക്ചർ ബിനാലെ, there is Guangzhou design Biennale. So Biennales are, it means only 2 വർഷത്തിൽ ഒരിക്കൽ എന്നുള്ള വാക്കാണ്. അപ്പോൾ അത് ഇറ്റ് ക്യാൻ ബി ട്രിനാലെ ഓർ ഡോക്യുമെൻ്റ് ഫോർ എക്സാമ്പിൾ. അത് 5 വർഷത്തിൽ ജർമ്മനിയിൽ നടക്കുന്നതാണ്. അതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ചില ഭാഗങ്ങൾ അത് കലാകാരന്മാർ ആരംഭിച്ചു. കൊച്ചി ബിനാലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ USB എന്ന് പറയുന്നത് ഇത് ഐഡിയേറ്റഡ് ബൈ ആർട്ടിസ്റ്റ്, ക്യൂറേറ്റഡ് ബൈ ആർട്ടിസ്റ്റ്. നൗ ഇറ്റ് ഈസ് റൺ ബൈ ഓർഗനൈസേഷൻ. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ ഇങ്ങനത്തെ ദാറ്റ് വിഷൻ ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. കലാകാരന്മാർ ക്യൂറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ theory and practice coming together there. The curators curating places, maybe just the theory will be dominating. The practice will be learned differently. So here artists who understand the 360-degree of vision, the experiences of it, and which can be easily, scenographed. And scenography is also another aspect of how to present an artwork. Its historical background, contemporary values, എല്ലാ സംഭവങ്ങളും നോക്കിയിട്ടാണ് ഒരു കലാപ്രദർശനം നടത്തുന്നത്. അതിൻ്റെ പുറകിൽ കുറേ ആൾക്കാരുടെ ചിന്തകളും പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട്. സോ it is not an organized exhibition. It is kind of really, I would say that I feel that if I am making a 70 artist projects in the Biennale, it is like 70 marriages are done by a father. ഞാൻ ഒരു അച്ഛൻ എന്ന നിലയിൽ 70 മക്കളുടെ കല്യാണം നടത്തി കൊടുക്കുന്ന പോലെയാണ് 70 വർക്കുകളും. അത് ചില വർക്കുകൾ എക്സ്പെൻസീവ് അല്ല കൊണ്ടുവരാനും പ്രദർശിപ്പിക്കാനും. ചില വർക്കുകൾ ഗ്രൗണ്ടിൽ തന്നെ വർക്ക് ചെയ്തിട്ട് എക്സിബിറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യം ഉള്ള ഇടങ്ങൾ റിനോവേറ്റ് ചെയ്യുക, അതിനെ കൂടുതൽ കാലം നിലനിർത്തുക എന്നുള്ളതും ആർട്ട് എക്സിബിഷന് മാത്രമല്ല മനസ്സിൽ കണ്ടിരുന്നതെന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കുന്നതെന്ന് തോന്നുന്നു. അതെല്ലാം നിമിത്തങ്ങളാണ്. വി ഡിഡ്ന്റ് നോ വേർ ഇസ് ഇറ്റ് ഗോയിങ് ടു ബി ഇൻ കൊച്ചി. കൊച്ചിയിൽ എവിടെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് ഗാലറീസ് ഒന്നുമില്ല, മ്യൂസിയങ്ങളൊന്നുമില്ല, അത്ര നഗരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് എവിടെയാണ് എക്സിബിറ്റ് ചെയ്യുക. As a conceptual artist, I can think about sky, I can think about water, I can think about boat and things like that. But that's not the thing. If I'm settling, you are setting up a project like a Biennale, you need to have weather control spaces, you need to have climate controlled areas. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ലളിതകലാ അക്കാദമിയുടെ ഒരു സ്ഥലം. ആദ്യം ഞാൻ ആർക്കിടെക്റ്റ് ഒരു TM സിറിയക്ക് എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ചർ സുഹൃത്തിനെ വിളിച്ചിട്ടാണ് ഞാൻ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നത്, കൊച്ചി നഗരം നടന്ന് കാണുന്നത്. ആദ്യം TM സിറിയക്ക്, പിന്നീട് അതിൽ നിന്ന് മാറുകയതിനു ശേഷം ഞാൻ രാധിക ദേശായ് എന്ന് പറയുന്ന സുഹൃത്ത്, ഷീ വാസ് ദ എഡിറ്റർ ഓഫ് ഡോമസ് മാഗസിൻ. സോ ഐ ഇൻവൈറ്റഡ് ഹർ ടു ലുക്ക് അറ്റ് ദറ്റ് പ്രോജക്റ്റ്, ലളിതകലാ അക്കാദമിയുടെ പ്രോജക്റ്റ്. അപ്പോൾ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ ഷീ ഫെൽറ്റ് ദറ്റ് ഷീ നീഡ് സപ്പോർട്ട്. ആൻഡ് ദെൻ ഐ കോൾഡ് കൺസർവേഷൻ ആർക്കിടെക്ട് വികാസ് ദിലവരി, ഒരു സുഹൃത്താണ്. ഈ ഡിസൈൻഡ് ബാവ്ദാജിൽ ആർട്ട് മ്യൂസിയം, വിക്ടോറിയ ടെർമിനസ്, അങ്ങനെയൊക്കെ വളരെയധികം കൺസർവേഷൻ വർക്ക് ചെയ്തിട്ടുള്ള പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹത്തെയാണ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ 100 വർഷത്തോളം പഴക്കമുള്ള ലളിതകലാ അക്കാദമിയുടെ ഗാലറി മാറ്റങ്ങൾ വരുത്തുന്നത്. ആ ലളിതകലാ അക്കാദമിയുടെ ഗാലറിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ഭാഗത്ത് വാൾ സ്പേസ് വളരെ കുറവായിരുന്നു. ഡോർസും വിൻഡോസും കൊണ്ട് നിറഞ്ഞിട്ടുള്ള, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു സ്പേസസിലാണ് എക്സിബിഷനുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു വള്ളിയിൽ കെട്ടിത്തൂക്കിയിട്ട് നമ്മുടെ ദർബാർ ഹാൾ. So that is all very unprofessional way of exhibiting this. It's the same thing happened in other places also. Now things are different, like we have created a fantastic place for people, which can be, now we can bring a Picasso, Braque, or any other
great names to Kochi. അത് വെതർ കൺട്രോൾഡ് ആയിട്ടുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഒരു മ്യൂസിയം ക്വാളിറ്റി സ്പേസ് മനസ്സിലായി. അത് അതുപോലെ തന്നെ നമുക്ക് താങ്കൾ പറഞ്ഞ പോലെ പൈതൃകം അല്ലെങ്കിൽ ഹെറിറ്റേജ് സ്പേസസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഇറ്റ്സ് ഹിസ്റ്ററി ഈസ് ഇമ്പോർട്ടൻറ്റ്. Why Kochi is the location is important because of its historical value, or its human I would say human heritage. It's the lasting human heritage after the Muziris. Kochi has that കൊച്ചിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജനങ്ങളുടേതായിട്ടുള്ള വിവിധ ഭാഷകളും വിവിധ നഗരങ്ങളിൽ നിന്ന് വന്നിട്ട് ചേർന്നിട്ടുള്ള ആൾക്കാരുടെയും സംഗമമാണ് ആ സ്ഥലത്തിൻ്റെ ഏറ്റവും കൂടുതൽ ശക്തി തരുന്ന മെമ്മറീസ്, ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന സ്ഥലം. ആ മെമ്മറീസാണ് നമ്മളൊരു പക്ഷേ വിവിധ പ്രദർശനത്തിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നത്. മനസ്സിലായി. ഇപ്പോൾ ഞാനൊരു സാറിനോടുള്ളൊരു എന്താ പറഞ്ഞ ഒരു ആരാധനയുടെ പുറത്തൊരു കാര്യം ചോദിക്കാമെന്ന് വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ ബോസ് കൃഷ്ണമാചാരി എന്നുള്ള കലാകാരനെ അറിയാനായിട്ട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ബോസ് കൃഷ്ണമാചാരി എന്നുള്ള മനുഷ്യനെ അറിയാനായിട്ട് മലയാളികൾ ഇന്നും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സാറിനും എനിക്ക് ചിലപ്പോൾ സാറ് പറയുമായിരിക്കും, ഇല്ല അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ കലയെ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് ഇപ്പോൾ ഈ മനുഷ്യൻ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ആ മനുഷ്യന് ഇതിനോടുള്ള ഇത്രയും ഭ്രാന്തമായ ഇഷ്ടം കൊണ്ടാണെന്ന് പോലും ചില സമയങ്ങളിൽ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ ആ ഒരു ആസ്പെക്റ്റിൽ മനുഷ്യൻ മനസ്സിലാക്കി ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ആരും ആരെയും മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. Even if I married my wife for so many years, I don't think you get her 100%. മനസ്സിലാക്കലൊരു വേറെ രീതിയാണ്. അതൊരു നിമിഷങ്ങൾ, moments are important in relationship. You know, how you make it beautiful, it's up to you, your experiences, your perception. അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് ഐ ട്രാവൽ, ഐ സീ, ഐ ലേൺ. I don't say that I know everything. You know, that is the beginning of my learning. So I could receive anything in front of me, and I can filter it down because it's almost like a human inhaling and exhaling. എന്ത് ശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉച്ഛ്വസിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് കളയുക. You should be a kind of maximalist to understand minimalism. It is one of the most important thing in life, whether you take fashion, whether you take any kind of. കേരളത്തിലെ ഗവർണൻസിനെ പറ്റി എനിക്ക് ശ്രീ പിണറായി വിജയനെ കുറിച്ചിട്ട് അഭിമാനമുള്ളതൊന്നും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, when you are in chaos, he knows how to make it, you know, in order. That chaosൽ നിന്ന് മിനിമലിസം എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുന്നത്. മിനിമലിസം എന്ന് പറഞ്ഞാൽ അത് ഫിലോസഫിക്കലി എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. വർക്ക് ചെയ്യാൻ ഒരു കലാകാരന് ഏറ്റവും മിനിമലിസ്റ്റ് ആവാനാണ് ബുദ്ധിമുട്ട്. മാക്സിമലിസ്റ്റ് ആവാൻ വളരെ ശ്രമങ്ങളുടെ ആവശ്യങ്ങളേ ഒന്നുമില്ല. If you take in fashion industry, you can see a lot of maximalists. At the same time, you can see fashion industry വളരെ minimalist ആയിട്ടുള്ള രാജേഷ് പ്രതാപ് സിംഗിനെ കാണാം. If you want to, my favorite maximalist is Manish Arora. He lives in Paris. All good friends, because I do believe in every vertical of creativity is important. സോ അവരുടെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് അറിവ് കിട്ടിയിട്ടുള്ളത് ഇങ്ങനത്തെ സുഹൃത്തുക്കളിൽ നിന്നാണ്. അല്ലെങ്കിൽ കണ്ടുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. കണ്ണ് തുറന്നിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ ഈ കണ്ണ് തുറന്നിരുന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഇടയ്ക്ക് ചിമ്മാനും മറക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ബിനാലേക്കൊരു രാഷ്ട്രീയം നിങ്ങളെല്ലാവരും, അതായത് ബിനാലേക്കൊരു പൊളിറ്റിക്സ് ഉണ്ടാവില്ലേ നിങ്ങളുടെ മനസ്സിൽ? ബിനാലെ എന്ന് പറയുന്ന ആശയത്തിലേക്ക് വന്നപ്പോൾ കൊച്ചി ബിനാലേതായിട്ടുള്ളൊരു
ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അന്ന് എന്തായിരുന്നു അന്ന് ഉണ്ടായിരുന്ന ആ ഒരു രാഷ്ട്രീയം, അതിപ്പോഴും അത് തന്നെ ഫോളോ ചെയ്ത് പോവുകയാണോ? എന്താണ് എൻ്റെ ഒരു പ്രാക്ടീസ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്? കലയ്ക്ക് രാഷ്ട്രീയമുണ്ട്. കലയ്ക്ക് രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നത് വളരെ മണ്ടത്തരമാണ്. കല സ്വാതന്ത്ര്യമാണ്. ഇറ്റ്സ് ഇത് 99% സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല. അതിന് സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല. ഫ്രീഡം ഈസ് 100%. ഇഫ് യു റിയലി ടോക്ക് അബൌട്ട് ഫ്രീഡം, ദാറ്റ് മീൻസ് 100%. There is no 101% or 99%. It is 100%. അത് കലയിൽ നിന്ന് മാത്രം അത് കിട്ടത്തുള്ളൂ. I mean, like, as a practitioner, I do believe that, my work is my freedom. It's like that. And if you are not politically conscious, when you talk about politically conscious ആണോ economically conscious ആണോ എന്നറിയേണ്ട കാര്യമുണ്ട്. എക്കണോമിക്സ് ആണ് ആക്ച്വലി രാഷ്ട്രീയം. നമ്മളുടെ ഇപ്പോൾ ദാസ് ക്യാപിറ്റൽ എന്തിനെഴുതി അത് പഠിക്കുന്നു, അല്ലെങ്കിൽ കാണുന്നു, വായിക്കുന്നു. അതറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എക്കണോമിസ്റ്റ് ആവണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അതിൻ്റെ രാഷ്ട്രീയം അറിഞ്ഞിരിക്കുന്നത് ആവശ്യമാണ്. ആരാണ് നമ്മുടെ സമ്പത്ത് ഉപയോഗിക്കുന്നത്? നമ്മളിങ്ങനെ പണിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം എവിടെയൊക്കെയോ സമ്പത്ത് സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് ഇതിൽ നിന്ന് തന്നെ, റൈറ്റ്? അപ്പോൾ എവറിത്തിങ് ഈസ് മണി. എവറിത്തിങ് ഈസ് മണി. ഇഫ് വി ആർ നോട്ട് അവെയർ ഓഫ് ദാറ്റ്, അവർ ടൈം ഈസ് മണി എന്നുള്ള സംഭവം. പക്ഷേ ഐ എം നോട്ട് ഒബ്സെസ്ഡ് വിത്ത് ദാറ്റ് ഓൾസോ. ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ അബൌട്ട് reading, conversations, living with different kinds of people. All that is given you awareness of what is happening around the world. ഒരു സംസ്ഥാനത്ത് ചെല്ലുമ്പോഴും അവരുടെ ചിന്തകളും പ്രവർത്തികളും ആ നാടിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ബന്ധപ്പെട്ടതാണ്. അപ്പോൾ യു കാൺ ജസ്റ്റ് അവോയ്ഡ്, അയ്യോ എനിക്കിതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന ആൾക്കാരുണ്ട്. കല എന്ന് പറയുന്ന രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ സത്യസന്ധമായിട്ടൊന്ന് ആലോചിക്കേണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാത്തിലും കലയുണ്ട്. കലയിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളൊരു സംഭവമുണ്ട്. But like when we started the Biennale, it's not started with political intention. It was a kind of ശ്രീ ബേബി സാർ എന്നെ വന്ന് കാണുന്നത് സാമ്പത്തികപരമായിട്ടുള്ള സഹായം കലയിലൂടെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് കല ഓപ്ഷൻ ചെയ്ത് ആ ഓപ്ഷനിൽ നിന്ന് കിട്ടുന്ന 100 കോടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യം എന്നെ വന്ന് കണ്ടത്. അന്ന് അദ്ദേഹത്തെ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയും അത് ഞാൻ പറഞ്ഞു, ഇറ്റ് വിൽ ടേക്ക് ടൈം. Of course we can raise that funds, but it will take time. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം വന്നപ്പോൾ ഞാൻ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താം, ഒരുമിച്ചൊരു ഡിന്നർ കഴിക്കാം, അങ്ങനെ അദ്ദേഹം ഒരുമിച്ച് താമസിക്കുന്നു. അങ്ങനെയൊക്കെ ദാറ്റ് ഈസ് അൺബിലീവബിൾ. ആൻഡ് there was no planning, like പിറ്റേ ദിവസം അതിരാവിലെയാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ട്രിവാൻഡ്രം. അദ്ദേഹം താമസിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറയുന്നത് 1.5 മണിക്കൂർ യാത്ര ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, why don't you stay and like other friends got places and we can have dinner together. അങ്ങനെ അതൊക്കെയാണ് നിമിത്തം എന്ന് പറഞ്ഞത്. മീൻസ് ലൈക്ക് അതർവൈസ് he could have come and I said no, it is not possible to do the fundraising thing. അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ I believe in there is certain things can be developed. Human relationship is very important. സാർ ഇപ്പോൾ സംസാരിച്ച് വന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. ഒന്ന്, സാറ് ഒരുമിച്ചിരിക്കുന്നതിൽ, ഒത്തുകൂടുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരാളാണെന്ന് സാർ പണ്ടും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് വീണ്ടും അതിൻ്റെ അകത്തേക്ക് ഒന്ന് തട്ടി അങ്ങ് പോയി. അതുപോലെ തന്നെ സാർ നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണെന്നുള്ളതും അതും പറഞ്ഞു. അപ്പം എനിക്ക് ഏറ്റവും ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പണ്ടൊരു അസുഖം വന്നിരുന്നു, ആ സുഖത്തെ പോലും സാറ് നിമിത്തം നല്ലതായിരുന്നു എന്ന് പറഞ്ഞൊരു അത്രയും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും എന്താ പറഞ്ഞ നിമിത്തങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് സംസാരിച്ചു തുടങ്ങിയിട്ട് എനിക്ക് ഒരുമിച്ചിരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്നാണ് ഈ നിമിത്തങ്ങൾ ഇത്രയും കാര്യമായിട്ട് മനസ്സിലത് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയത്? അതെല്ലാം ഇൻറ്റ്യൂഷൻസ് അല്ലേ. ഇൻറ്റ്യൂഷൻസ് ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട്. ഞാൻ ഐ യൂസ്ഡ് ടു
ഒരു സ്കെച്ചിങ് ആർട്ടിസ്റ്റായിരുന്നു ഉം. ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പം താങ്കളിരിക്കുന്ന പോലെ എൻ്റെ മുമ്പിൽ കസ്റ്റമേഴ്സ് വന്നിരിക്കുന്നു. So I used to work 7:30 p.m. onwards to 1:15 a.m. every day ഉം. during my studies in 80s, 80, 86, 87, 88 ആ സമയത്ത്. അതാണ് എനിക്ക് കിട്ടിയ സമ്പാദ്യം, ഫൈനാൻഷ്യൽ. So while I was sketching hundreds of thousands of people, I started learning, observing people, and I could predict what is this guy is going to, or this girl is going to say after this or during my sketching. ഉം. അപ്പോൾ അത് കുറേ കണ്ട് ഇത് കൈനോട്ടക്കാരെ പോലെയാണ്, ഫേസ് റീഡേഴ്സിനെ പോലെയാണ്. വളരെയധികം കാര്യങ്ങൾ കാണുകയും യു ക്യാൻ റീഡ്, ദർ ഇസ് എ കൈൻഡ് ഓഫ് ടെലിപ്പതിക് കൈൻഡ് ഓഫ് സ്റ്റാഫ്, റൈറ്റ്? സോ ദിസ് ഈസ് ഓൾ ത്രൂ പ്രാക്ടീസ്. ഒരു കലാകാരനും എന്ന് പറയുന്നത് അവൻ പ്രാക്ടീസ് ചെയ്യാതെ വളരെ ചിന്തിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. ഉം. I think it is important to have, people say that what is your dream? My dream is so and so things. I would say that you are a stupid. You are dreaming about what, unless until you work, nothing is going to happen. I think work is everything. So practice is everything. Then you can be somebody, that will take you, that will show you the path. It's just like a river, അപ്പോൾ ഈ നിമിത്തങ്ങളൊക്കെ നമ്മളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് വരുന്നതാണ്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഡിസയേഴ്സ്, നോട്ട് ഡ്രീംസ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഐ എം പാഷനേറ്റ് അബൌട്ട് തിങ്സ്. സോ ഐ ഡോണ്ട് നീഡ് ടു ഗോ ഫോർ ഇറ്റ്. തിങ്സ് വിൽ കം ടു മീ എന്നുള്ളത് തിരിച്ചറിവാണ്. തിരിച്ചറിവ്, ഞാൻ പാഷനേറ്റ്ലി കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ റിസൾട്ട് വിൽ കം പോസിറ്റീവ്. Okay. That's what I learned it from my life. It's all happened because of my commitment and passion. And I find it difficult in others to work, others who can cope up with me, with my time. I can sleep only for 3 hours and I can do the next day, I can do things. ബാക്കിയുള്ളവർക്ക് കിടന്നുറങ്ങിപ്പോകും. അപ്പോൾ ആ എനർജി ഈസ് ഓൾസോ, ഇറ്റ് ഈസ് യുവർ ബിലീഫ്. യു ബിലീവ് ഇൻ യുവർ സെൽഫ്, യു ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്, യു ക്യാൻ ഡു എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. So that comes from not, it just happens. So I don't like predicted life. മനസ്സിലായി. Predicted life is not beautiful at all. I like surprises. അതാണ് 10 രൂപയ്ക്ക് അല്ലേ 10 രൂപയ്ക്ക് തുടങ്ങി, പിന്നെ 25 പിന്നെ 100 ആയി, പിന്നെ ആൾക്കാർ ടിപ്സ് തരും. അതൊക്കെയാണ് അതുകൊണ്ടാണ് ബുക്കുകൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ പാർട്ടിക്ക് കൊണ്ടുപോകുന്നത്. ഐ യൂസ് ടു ഹാവ് ക്രിയേറ്റ് അഡ്ഡാസ്. എൻ്റെ റൂമുകൾ ഒരുപക്ഷെ ഇത്രയൊക്കെ വലുതും ഒക്കെ, അല്ലെങ്കിൽ 2-3 റൂമുകൾ ഇങ്ങനത്തെ ഉള്ള സ്ഥലത്താണ്, വാടകയ്ക്ക് എടുത്ത സ്പേസിൽ. I used to have a lot of parties, get together. I used to throw parties to entertain people. I used to watch them. Conversation happens there. Filmmakers, musicians, photographers, artists, all of them come to my place. Once in a while throw a party. ആ ഒരു ഒന്നിച്ചു ചേരല്, ആ ഒരു It ഒന്നിച്ചിരിപ്പ്. is important to have that, creating spaces for conversations. I believe that. One of my favorite project is, my personal project is called LAVA, Laboratory of Visual Art. Laboratory of Visual Art. So 1,800 DVDs from around the world, handpicked DVDs on interviews with the legendary filmmakers, artists, curators, and whatever. And nearly 3,000 plus books from around the world. Books, art books എന്നൊക്കെ പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ്, നോട്ട് ലൈക്ക് നോവൽസും അതൊക്കെ 40 രൂപയ്ക്ക് 100 രൂപയ്ക്ക് ഇരുന്നിട്ട് അതുപോലത്തെ അല്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് എവറി ബുക്ക്, ആർട്ട് ബുക്സ് ആർ വെരി എക്സ്പെൻസീവ്. അത് ഐ മസ്റ്റ് ഹാവ് സ്പെൻഡ് 3-4 crores to make that library. അത് ഐ ഫെൽറ്റ് ദറ്റ് വെൻ ഐ വാസ് സ്റ്റഡിങ്, അത് കിട്ടാതെ പോയ സംഭവങ്ങൾ ഞാൻ ആ ലൈബ്രറിയിലൂടെ കാണിക്കാൻ ശ്രമിച്ചതാണ്.
ഞാൻ പഠിക്കുന്ന സമയത്ത് ഐ കുഡ് നോട്ട് ഗെറ്റ് ജേർണൽസ് ഓർ ഗുഡ് ഹാർഡ് ബുക്സ് ഓർ അഫോർഡ് ചെയ്യാൻ പറ്റാതിരുന്ന സംഭവം, അല്ലെങ്കിൽ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നില്ല, നമ്മുടെ കോളേജിൻ്റെ ലൈബ്രറിയിലൊന്നും ഉണ്ടായിരുന്നില്ല വലിയ കാര്യമായിട്ടൊന്നും. പഴയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫിലോസഫിയും മറ്റുള്ള സാധനങ്ങളൊക്കെ. പക്ഷേ so this was my personal collection from around the world, which I have created a library, temporary library with modular furniture, and all designed by me, produced by me, which was also, I must have spent quite a lot of money. എവിടെയാണത്? It was started in Bombay, then it went to Delhi, Baroda, Kolkata, Bangalore, Kochi 3 times. ട്രാവലിംഗ് A traveling library. And also I bought 2 trucks in between, just before the Biennale, I think 2008-9 or something. ആ സമയത്ത് ബിനാലിക്ക് വേണ്ടിയിട്ട് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ആ 2 ട്രക്കും വിറ്റു. ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ജസ്റ്റ് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ വിട്ട്. എനിക്ക് തോന്നുന്നു So ഇപ്പോഴും that library is also so many artists, so many filmmakers, architects become someone in the architecture world. For example, we knew Daniel Parham. We knew his Time magazine, the 100 പവർ ലിസ്റ്റിൽ വരുന്ന ഒരാളാണ്. പറയും ബോസ് ഗുരു എന്നാണ് പറയുന്നത്. ഗുരുവിൻ്റെ ലൈബ്രറിയാണ് നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കിയത്. അത് ആ ലൈബ്രറിയിൽ വന്നിരുന്ന് വായിക്കാനും കാണുവാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു. Also there's a film producer, he's into one of the biggest film producer. He said, because of your library I am somebody, and it was all young people like you, and so I am very happy. The same way I have interesting anecdote about my library. One young boy came up and said, sir, സാറിൻ്റെ ഹിന്ദിയിലാണ് പറയുന്നത്, मैंने एक DVD चोरी किया आपका. അത് ഒരു ആർട്ട് എക്സിബിഷൻ്റെ സമയത്ത് തന്നെയാണ്. I was like, I said, okay, but don't make it a habit, I told him. So there are a lot of interesting things to happen like that. ലാവയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് BMBയും സാറിൻ്റെ ഭയങ്കര പ്രിയപ്പെട്ടൊരു ഇടമാണ് അല്ലേ? അതും BMB is also started like that in a way. I mean, എൻ്റെ സുഹൃത്തൊരു ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫർ ഉണ്ട്. അവരുടെ അമ്മ, ഷീസ് one of the wealthiest people in Bombay, and also Yash Birla and Devanshi, and അവർ Birlas, they got a larger space in Bombay. They knew about my relationship with people. They knew how I organize get together, how I'm connected with the world of art. And then they approached me, would you be interested in associating for a gallery? That is how it has happened. അപ്പം ഞാൻ അങ്ങോട്ട് പോയതല്ല, ഇങ്ങോട്ട് വന്ന് അവർ ചോദിച്ചൊരു കാര്യം നമ്മൾക്ക് ചെയ്യാമെന്നുള്ളത് അവർക്കാണ് ആത്മവിശ്വാസം. എന്നേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ആത്മവിശ്വാസം അവരിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അത്. എൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ ഫുട്ബോളോ അല്ലെങ്കിൽ IPL പോലെ, you buy the best players and get it. So they work together with regional, local artists. അങ്ങനെയുള്ള കോൺസെപ്റ്റിലാണ് നമ്മളത് ആരംഭിച്ചത്. It's to spend a lot of money for insurance and stuff like that. It's not easy to run a gallery, an international gallery. But I've done very well, നമ്മൾ ബിനാലയും അതേപോലെ തന്നെ മറ്റ് എക്സിബിഷൻസ്, മ്യൂസിയം, ഇതിൻ്റെ കാര്യമൊക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് ഞാൻ സാറിൻ്റെ അപ്പിയറൻസ്, അല്ലെങ്കിൽ സാറ് നമ്മളുടെ മുന്നിൽ എപ്പോഴും വരുന്നൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാമെന്ന് വിചാരിക്കുകയാണ്. സാറിൻ്റെ കണ്ണടകളാണെങ്കിലും സാറിൻ്റെ ഡ്രസ്സുകളാണെങ്കിലും ഒക്കെ ഭയങ്കര പ്രത്യേകതകളുള്ളതും ഭയങ്കര ഭംഗിയുമാണ് കാണാനായിട്ട്. ഭംഗി മറ്റുള്ളവരുടെ കാഴ്ചപ്പാടല്ല, എനിക്കറിയത്തില്ല. I mean, it's all natural to me. But I do believe in, as I mentioned, other creative industryയിൽ എനിക്ക് താല്പര്യമുള്ള ഒരാളാണ്. ആർക്കിടെക്ചറിൽ, ഡിസൈനിൽ. When I received an award to go to US, in the US in 1996,
93ലും അങ്ങനെ യു കെയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ 96 പ്രധാനപ്പെട്ടൊരു എൻ്റെ യാത്രയിൽ ഞാൻ ആ അവാർഡ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് അവാർഡ് ഐ ഹാവ് എവർ റിസീവ്ഡ്. വാഷിങ്ടണിൽ ചെല്ലുന്നു, ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് USIS പീപ്പിൾ, ദെയർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻഫർമേഷൻ സർവീസ്. അവിടുന്ന് അപ്പോൾ അവർ ചോദിച്ചു, ബോസ് വാട്ട് യു ലൈക്ക് ടു ഡു? ആൻഡ് ഫൈനലി ഐ ഹാവ് എ റെസിഡൻസി, ആർട്ട് റെസിഡൻസി ഇൻ സോസലിറ്റോ ഇൻ സാൻ ഫ്രാൻസിസ്കോ. I said, that's fine. So what they given to me is a chauffeur-driven. There is a chauffeur. There is a poet who will be taking care of my mediator, and boss, what you would like to do. So I said, I had a huge list of things to do and wanted to meet people. Given the list of things to them, and they looked at it and they said, after researching, they said, boss, these people are living in different parts of the US. And then I said, whatever possible. So they have organized a lot of my museum visit, a lot of my meetings with legendary architects, legendary writers, artists. It's not, like for example, I was meeting with one of the legendary artists, Frank Stella, going to his studio, or a great architect like Franco Gehry. ഫ്രാങ്കോ ഗെറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കല, ആർക്കിടെക്ചർ ലോകത്ത് ദൈവങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ഇതെല്ലാം കാണുന്നതും ഇപ്പോൾ വിയന്നയിലൊക്കെ പോയാലും എവിടെ പോയാലും മ്യൂസിയങ്ങൾ കാണുന്നത് ചിത്രകലാ മ്യൂസിയങ്ങൾ മാത്രമല്ല. ഞാൻ കാണുന്നത് വിക്ടോറിയ ആൽബർട്ട് മ്യൂസിയം, മെട്രോപൊളിറ്റൻ മ്യൂസിയം പോയി കാണുന്നതിലും ഫാഷനുണ്ട്, ആർക്കിടെക്ചറുണ്ട്. ന്യൂയോർക്കിലെ ഏതൊരു മ്യൂസിയത്തിൽ പോയാലും. അപ്പം അങ്ങനത്തെ I was not just looking at the drawings or paintings. I was looking at life. ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് ആർട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് എല്ലാത്തിലും കണ്ടെത്താൻ പറ്റും. കല എല്ലാത്തിലും ഉണ്ട്, ഡിസൈൻ എല്ലാത്തിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം നിങ്ങൾ ധരിച്ചിരിക്കുന്ന വാച്ചും, നിങ്ങൾ ധരിച്ചിരിക്കുന്ന കണ്ണടയും, നിങ്ങൾ ഷേപ്പ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മുഷ്ടാഷും എല്ലാം നിങ്ങൾ കോൺഷ്യസ് അല്ലാതെയും ആയിക്കൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഇതിൽ, അല്ലേ? അപ്പം അത് വന്നു ചേരുന്നതാണ്. ചിലതൊക്കെ താല്പര്യങ്ങളാണ്. ഐ ലൈക്ക് ടു ഹാവ് സംതിങ്, ദാറ്റ് കൈൻഡ് ഓഫ് ഡിസൈൻ, അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള കാർ എനിക്ക് വേണം, ഇന്ന തരത്തിലുള്ള പെയിൻറ്റിങ് എനിക്ക് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. I have good collection of art as well. Not only കണ്ണടകൾ മാത്രമല്ല, കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്, പേനകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ not necessarily I always look for really expensive stuff. I like something, I said, okay, I can afford it, I'll buy it. Like pen, for example, Frank Gehry designed pen, like Macintosh designed pen, അതൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ സെമിയാക്കി ഡിസൈൻഡ് വാച്ച്, അതൊക്കെ കാണുമ്പോൾ there is a minimalism in സെമിയാക്കി. അപ്പം ഇതൊക്കെ അതിൻ്റേതായിട്ടുള്ള ലാംഗ്വേജസ് ഉണ്ടെന്ന് എല്ലാവരും അറിയുന്നത് നല്ലത്. മീൻസ് ലൈക്ക് ചിത്രകലയിൽ ഉള്ള തത്വശാസ്ത്രങ്ങൾ പോലെ ഫിലോസഫി, അത് സോ മെനി സ്കൂൾസ് ഓഫ് തിങ്കിങ് ഇൻ ഈച്ച് വെർട്ടിക്കൽസ്. ആർക്കിടെക്ചറിൽ തന്നെ വളരെയധികം വെർട്ടിക്കലുകൾ, ഫിലോസഫിക്കൽ ഇൻട്രസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ചിത്രകലയിലും ഉണ്ട്, മ്യൂസിക്കിലും ഉണ്ട്, ഫാഷനിലും ഉണ്ട്. അപ്പം എല്ലാം കലയാണ്. നമ്മളിരിക്കുന്ന സ്ഥലങ്ങളും എല്ലാം. ഇപ്പോൾ ഞാൻ ഇതിന് മുന്നേ സാറ് വെച്ചിരുന്ന വെച്ചൊരു സ്പെക്സ് ഒരു സൈഡ് റൗണ്ടും ഒരെണ്ണം ഒരു സ്ക്വയർ ഷേപ്പായിരുന്നു. അപ്പോൾ ഞാനത് അതിൻ്റെ അകത്തൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഇപ്പോൾ ഇംപെർഫെക്ഷൻ എന്നുള്ള വാക്ക് ഇപ്പോൾ പറയാൻ പാടില്ല, ശരിക്കും അത് പൊളിറ്റിക്കലി റോങ് ആണെന്ന് പറയപ്പെട്ടേക്കാം. പക്ഷേ സാർ എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത്? ഈ പെർഫെക്ഷൻ, ഇംപെർഫെക്ഷൻ പോലെയുള്ള ടേംസിനെയൊക്കെ എങ്ങനെയാണ്? അത് താങ്കളല്ലേ എന്നെ കാണുന്നത്, ഞാനല്ലല്ലോ. ഞാൻ കാണുന്നത് വേറെ രീതിയിലാണ്. ഞാൻ 360 ഡിഗ്രിയിൽ അല്ലെങ്കിൽ 180 ഡിഗ്രിയിലാണ് ഞാൻ കാണുന്നത് ഈ സ്പേസ്, അല്ലേ? താങ്കളാണ് എൻ്റെ ചസ്മ ഇങ്ങനെ സ്ക്വയറാണ് അല്ലെങ്കിൽ റെക്റ്റാങ്കിളാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സർക്കുലറാണ്, അല്ലേ? അപ്പം താങ്കളിപ്പോൾ എന്താണ് വസ്ത്രം ധരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും പറയാം.
അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ കാഴ്ചപ്പാട് ഫ്രം വിച്ച് ഡയറക്ഷൻ യു ആർ ലുക്കിംഗ് അറ്റ് ദ പെർസെപ്ഷൻ ക്യാൻ ബി വെരി വെരി ഡിഫറെൻറ്റ്. യുനോ എൻ്റെ ഈ ഇപ്പോൾ പറയുന്ന ആശയങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്ക് പോലും ഈ ആശയങ്ങൾ എത്ര ആൾ ഇപ്പോൾ 300 ആൾ കേൾക്കുകയാണെങ്കിലും 300 ആശയങ്ങളായിട്ടായിരിക്കും അവർ സ്വീകരിക്കുന്നത്. റൈറ്റ്. So I read a book. It's one of my favorite filmmaker Tarkovsky's book. It's called അതിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 1000 books read by 1000 people or 1000 books. It's one book is read, the same book is read by 1000 people or 1000 books, like what. So it's not 1000 people read 1000 books. I mean one book read by 1000 people. Yeah, 1000 people. So that's a kind of thing. 1000 ഒപ്പീനിയൻസ് ഉണ്ടാവും. അപ്പം എന്നെക്കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻസ് വളരെ വളരെ ചിലർ താല്പര്യം സംസാരിക്കും, ചിലർ ഇപ്പോഴും ക്രിട്ടിക്കലായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഇപ്പോഴും അറിയാം സംതൃപ്തരല്ലാത്ത ആൾക്കാർ. I don't care a damn about that kind of stuff. It should be keep moving, keep working, keep loving. That's it. Yeah. സാർ ഇപ്പോൾ ഇതുവരെയും ആരും ചോദിച്ചിട്ടില്ലാത്തൊരു ചോദ്യവും കൂടി ചോദിക്കാൻ തിരിക്കും. അതായത് എങ്ങനെയാണ് സാറ് ഈ ഫാഷൻ, ഈ ബ്രാൻഡുകളെയൊക്കെ നോക്കാറുണ്ടോ? ഐ മീൻ സാറ് ഉപയോഗിക്കുന്ന ഓരോ ഇപ്പോൾ ഡ്രസ്സ്, ഇപ്പോൾ ഞാൻ നേരത്തെ സ്പെക്സിൻ്റെ കാര്യം പറഞ്ഞു, ഷൂസിൻ്റെ കാര്യം, എല്ലാം നമ്മളെല്ലാ വർഷവും സാറിനെ കാണുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ചോദിക്കുന്നതാണ്. ബ്രാൻഡ് കോൺഷ്യസ് ആണോ, അല്ലെങ്കിൽ അത് ആ ഒരു പേർച്ചേസ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഇത് ഇത്രയും ഭംഗിയുള്ള സാധനങ്ങളൊക്കെ. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അധികം സമയം എടുക്കാറില്ല. ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകണമെങ്കിൽ പോലും ഇറ്റ്സ് എ നീഡ്, ആർട്ട് ഇസ് എ നീഡ് എന്ന് പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും വാങ്ങണമെന്ന് പോകുമ്പോൾ ഇപ്പോൾ യാത്രകൾ ചെയ്യുമ്പോഴാണ് മിക്കപ്പോഴും കളക്ട് ചെയ്യാറ്. അപ്പോൾ ഇറ്റ് ലുക്സ് ഗ്രേറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എന്നുള്ള അങ്ങനെ മേടിക്കുന്നതാണ്. പക്ഷെ കല, ഇഫ് ഐ കളക്ട് സം ആർട്ട്, there is some places I try to help an artist, like some artist needs funds to move on. അങ്ങനെയും വാങ്ങിയിട്ടുണ്ട്. Some places I felt this, I should have it in my collection എന്നുള്ള രീതിയിൽ. അത് sometimes the intuition, ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ I buy it, but I'll ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങാം, അങ്ങനെ മേടിക്കല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ I am very much interested in great inspiring figures, Actually, inspirations comes from generosity also. Some of the artists are so generous. I like such people. I am interested in people who are selfless, who really, അത് ബിസിനസ്സുകാരായാലും എനിക്ക് വളരെയധികം സുഹൃത്തുക്കൾ എല്ലാ ഫീൽഡിലും ഉണ്ട്. ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാരുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എനിക്കിഷ്ടമുള്ളത് ജനറസ് ആയിട്ടുള്ള മനുഷ്യരാണ്. ലൈക്ക് സമ്പത്ത് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാർ എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ജീവിതത്തിലും അങ്ങനെ തന്നെ. I was very fond of this young designer, Alexander McQueen. He was very young, he died. Jean-Michel Basquiat, Andy Warhol. Andy Warhol was a very generous person, but many people didn't like him. But many of the young generation got financial support, also emotional support, musicians, filmmakers. A lot of people used to come and live with him. So I like people like that. The same way there's a guy, a British artist, an artist called Damien Hirst. He became a hugely successful person, and he was generous to a lot of his contemporaries. All kinds of support is given. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ എനിക്കിഷ്ടമാണ്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ എനിക്കറിയാം ഇന്ത്യയിൽ. അങ്ങനത്തെയൊക്കെയുള്ള ആൾക്കാർ കൊണ്ടാണ് എനിക്ക് നമുക്ക് ബിനാലെ ആരംഭിക്കാൻ പറ്റിയതും ബിനാലെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും നമ്മളുടെ വിശ്വാസമുള്ള ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഇത്രയും വർഷമില്ലേ ബിനാലെ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചി ബിനാലെ എന്ന് പറയുന്നത്, ഇത്രയും വർഷം എന്ന് പറയുമ്പോൾ 6 ബിനാലെ ആയിട്ടുള്ളൂ. അത് ചെറുപ്പമാണ്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 130 വർഷം പഴക്കമുണ്ട് ബിനാലകൾക്ക്.
300-ൽ പരം ബിനാലകൾ ലോകത്തിലുണ്ട്. അപ്പം പിന്നെ നമ്മുടെ കൊച്ചി മുസൽസ് ബിനാലെ ഒരു കൊച്ചുകുട്ടിയാണ്. പക്ഷേ ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ടോക്ഡ് അബൌട്ട് ബൈനൽസ് അറൗണ്ട് ദ വേൾഡ്. അതിപ്പോൾ സെൽഫായിട്ട് ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലേക്ക്, അതായത് ആദ്യം കൈപിടിച്ച് നടത്തിക്കൊണ്ടിരുന്ന ടൈമിൽ ഇപ്പോഴും ഒരു ഹാൻഡ് ഹോൾഡിങ് വേണമെങ്കിൽ Definitely you need to have people passionate, and I know there are so many good people are in the organization now. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് പലർക്കും ഇൻസ്പിറേഷനായിട്ട് കൊച്ചി ബിനാലെ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മാറ്റം എങ്ങനെയാണ് കാണുന്നത്? എത്രത്തോളം സന്തോഷവും എത്രത്തോളം അത് നല്ലതല്ലേ? പക്ഷെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കൊച്ചി ഈസ് കൊച്ചി ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലൊക്കേഷൻ ആൻഡ് പീപ്പിൾ. It is not possible anywhere else in the world because of people. The kind of people visiting Kochi is amazing. I go to other museums, other galleries or biennales. That's the kind of professionals they visit. കൂടുതലും പ്രൊഫഷണൽസ് വരുന്നതാണ് കാണുന്നത്. നമ്മുടെ കൊച്ചിയിൽ വരുന്നത് എല്ലാ തരത്തിലുള്ള ജനങ്ങളും ബിനാലെ കാണാൻ വരുന്നുണ്ട്. അത് അറിയുവാൻ താല്പര്യമുള്ളതും സോഷ്യോളജിക്കലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലൊക്കേഷനും കൂടിയാണ് കൊച്ചി. ഇറ്റ്സ് എ മെൽറ്റിംഗ് പോട്ട് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഡൈവേഴ്സിറ്റി. ഇറ്റ്സ് എൻ ഐഡിയൽ ലൊക്കേഷൻ ഫോർ when we talk about secularism, when we talk about diversity. So that is the strength of Kochi. വൈവിധ്യമാണ് കൊച്ചിയുടെ ശക്തി. വൈവിധ്യങ്ങളിൽ നിന്നാണ് നല്ല നല്ല ആശയങ്ങളും ഉദിക്കുന്നത്. രാഷ്ട്രീയം ഇങ്ങനെ ഓരോ ദിവസവും പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന, പുതിയ സങ്കല്പങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പോൾ ഒരു കലാകാരൻ, അതിപ്പോൾ ഒരു എഴുത്തുകാരനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞാൽ ബിനാലെ എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരു സംഗമമാണ്, അല്ലെങ്കിൽ സാറിൻ്റെ മ്യൂസിയങ്ങളിലും അങ്ങനെയാണ് ശ്രമിക്കുന്നത്, അങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ പോലെ കലകളെല്ലാത്തിനെയും മൊത്തത്തിൽ എത്രത്തോളം ബാധിക്കുന്നുണ്ട് ഇങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ ഈ ഒരു മാറ്റവും കാര്യങ്ങളും ഒക്കെ? India is not in a good position when we look at it. India and all over India, if you take it, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. I know that a lot of people like to move away from India because of religious fundamentalism. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരു വളരെ വളരെ സ്കെയറി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. Economy is also dominated by few people who really have it. It's not a good time for a lot of people like to leave our country. എക്സ്പ്രസ് ചെയ്യാനും അല്ലെ, എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ. Yeah, Kerala is an exceptional place. I think that's the only place now. I mean, I see South has much more freedom than. Unfortunately, I last 40 years lived in Bombay. Bombay is amazing, a great place. I'm പഴയ, like there is a kind of scary. It's not good feeling, frankly speaking. Honestly speaking. ബോസ് കൃഷ്ണമാചാരി കൊച്ചി ബിനാലെയുടെ അല്ലെങ്കിൽ കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു. ഇനി എന്താണ് അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം കൊച്ചിൻ സിറ്റിയുടെ ആർട്ട് ആൻഡ് കൾച്ചർ ക്യൂറേറ്റർ എന്നുള്ളൊരു രീതിയിലേക്ക്, എന്നുള്ളൊരു പദവിയിലേക്ക് ഇപ്പോൾ സാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ആലുവയിലൊരു മ്യൂസിയം, ഒരു പ്രോപ്പർട്ടി സാറ്, അതിൻ്റെ പേരിൽ സാർ ഒരുപാട് പറഞ്ഞ പോലെ പല വാക്കുകളും കേൾക്കേണ്ടി വന്നു, സങ്കടപ്പെടേണ്ടി വന്നു. സാർ അതിൻ്റെ അകത്ത് എനിക്ക് അങ്ങനെ കേൾക്കുന്നതിന് എനിക്ക് സങ്കടമുണ്ടെന്ന് സാർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ടുള്ള, അതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ചോദിക്കുകയാണ്, എന്താണ് ബോസ് കൃഷ്ണമാചാരി ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്നുകൂടി അറിയണമെന്നുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ പറയാതിരിക്കുന്നതല്ലേ നല്ലത്. But I think there are so many
ബിനാലെ ഒന്നും അറിയാതിരുന്ന നാട്ടിൽ നമ്മളുടെ ബിനാലെ കൊണ്ട് ലോകം അറിയാൻ പറ്റിയിട്ടുണ്ട്. കൊച്ചിയെ ലോകം അറിയുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കൾച്ചറൽ ആർട്ട് ഡിസൈൻ കൾച്ചറൽ ക്യൂറേറ്ററെ ഒരു സിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത് കൊച്ചി. അത് യൂറോപ്പിലൊക്കെ ഉള്ളൊരു സംഭവമാണ്, ഒരു സിറ്റിക്ക് ക്യൂറേറ്റർ എന്നുള്ള രീതിയിൽ. ഒരു ആർട്ടിസ്റ്റിക് ഡയറക്ടറുടെ കാഴ്ചപ്പാടിലൂടെ ഒരു സിറ്റിയെ എങ്ങനെയാണ് ഇക്കണോമിക്കലി ഇൻട്രസ്റ്റിങ്ങും സൗന്ദര്യപരമായിട്ട് എങ്ങനെയാണ് വളർത്താൻ പറ്റുന്നത് എന്നുള്ള ചിന്തയിലൂടെ, കാഴ്ചപ്പാടിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അത് സിറ്റിയുടെ എല്ലാ തരത്തിലുള്ള ചിന്തകരെയും പ്രാക്ടീഷണറെയും ഒന്നിപ്പിച്ചുകൊണ്ട് create some locations, create some smaller places. അങ്ങനെയൊക്കെ കാര്യങ്ങൾ കുറേ ഉണ്ട്. നടക്കട്ടെ, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഭംഗിയാവട്ടെ. Not dreams, but I'm going to make it happen, try to make it happen. ഒരുപാട് സന്തോഷം സാർ, ഒരുപാട് Thank you. മനസ്സ് തുറന്ന് സംസാരിച്ചതിനോട് സന്തോഷം. താങ്ക് യു സോ മച്ച്. Thank you. All my best wishes.